ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നിറഞ്ഞുകേട്ട പാട്ട് അല്ലെങ്കിൽ തെരുവുകളിൽ ഏറ്റവും നിറഞ്ഞുകേട്ട പാട്ടുകളിൽ ഒന്നാണ് UDFന്റെ പ്രചാരണ ഗാനമായി രംഗത്ത് വന്ന ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിമർശന ഗാനമായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങും ആ പാട്ടിനെ കുറിച്ച് പരാതികൾ ഉയർന്നു വന്നില്ല. അതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം LDFന് ഇടിവുണ്ടാവുകയാണ് ചെയ്തത് ഫലത്തിൽ. അപ്പോൾ ആ പാട്ട് വലിയ തോതിലൊരു ഇമ്പാക്റ്റായി എന്ന് വാർത്തകൾ വന്നു. സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടായി. അതിനുശേഷം ആ പാട്ട് വർഗീയമാണ്, വിശ്വാസത്തെ ഹനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരികയാണ് CPIM ഹാൻഡിലുകൾ, അത് നേതാക്കൾ തന്നെയും. ഇപ്പോൾ ഇതാ പോലീസിന് തന്നെയും ഒരു നിയമോപദേശം കിട്ടിയിരിക്കുന്നു. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി പാട്ടിൽ കേസെടുക്കാൻ കഴിയുമെന്ന് സൈബർ ഓപ്പറേഷൻസ് SP DGPക്ക് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ ഡെവലപ്മെന്റ് കൊണ്ട് CPM ഉദ്ദേശിക്കുന്നത്, സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടുമോ, ഭക്തർക്കിടയിൽ കിട്ടുമോ? അത് നമ്മൾ ചർച്ച ചെയ്യണം. അതിനു മുമ്പ് ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം. സിജോ വി ജോൺ എന്നോടൊപ്പം. സിജോ, എന്താണ് പോലീസ് ചെയ്യാൻ പോകുന്നത്? ഈ പാരഡി ഈ കേസുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി ലഭിക്കുന്നത്. DGPക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെ ഇത് ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന് കൈമാറുന്നു. അദ്ദേഹം അത് സൈബർ വിഭാഗത്തിന് കൊടുക്കുകയായിരുന്നു. അവർ ഇത് വിശദമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ കേസെടുക്കാമെന്നുള്ള ഒരു കാര്യം, ഒരു റിപ്പോർട്ട് സൈബർ ഓപ്പറേഷൻസ് SP സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇന്നലെ കൈമാറിയിരിക്കുന്നത്. ഇതിൽ അയ്യപ്പന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. അയ്യപ്പൻ എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വരികളുള്ളത്. ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്. അത് മാത്രമല്ല, ഇതിൽ വ്യാപകമായ രീതിയിലുള്ള പരാതികൾ വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ തന്നെ FIR ഇടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ ഗാനരചയിതാവും അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ പാട്ട് പ്രചരിപ്പിച്ച ആളുകളും കേസിൽ പ്രതികളാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാം, ആളുകൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സൈബർ ഓപ്പറേഷൻസ് SP